വലിയ തീർത്ഥാടക തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. 77,026 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. സനോജ് സുരേന്ദ്രൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വാർത്തയിലേക്ക് മനസ്സിലായി. നമ്മൾ ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് സനോജിനോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത്, ഇന്നലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സനോജ് പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്. അവിടെ ചിത്രകാരൻ, പത്തനാപുരം സ്വദേശിയായിട്ടുള്ള മനു വലിയൊരു ആഗ്രഹം സനോജിനോട് പറഞ്ഞിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ സഫലമാകാൻ പോവുകയാണ്. സനോജ് തന്നെ അത് നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ ആദ്യം ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയണം സനോജ്. തീർച്ചയായിട്ടും പത്തനാപുരം സ്വദേശിയായിട്ടുള്ള മനു ഈ സന്നിധാനത്ത് നമ്മുടെ അന്നദാന മണ്ഡപത്തിൻ്റെ ചുമരുകളിലാണ് ഇപ്പോൾ അയ്യപ്പചരിതം വരയ്ക്കുന്ന തിരക്കിലാണ്. അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇവിടെ എത്തിച്ചത്. അങ്ങനെ അയ്യപ്പചരിതം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മളത് വാർത്തയാക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ സംസാരം ജീവിതത്തിലുടനീളം കടന്നുപോയ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് വിശദമായി സംസാരിച്ചു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായ കാര്യം, നമുക്ക് ബൈറ്റ് തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മുന്നിൽ 2 കൈയും ഉള്ള ഒരാൾ ഭിക്ഷ യാചിച്ചു വന്നു. അങ്ങനെ ഭിക്ഷ യാചിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് എന്താണെന്ന് ചോദിച്ചു. മോനെ എന്തെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോൾ ഈ മനു തൻ്റെ വലത് കൈ എടുത്ത് ഇങ്ങനെ കാണിച്ചു. അതായത് പകുതി മാത്രമേ ഉള്ളൂ വലത് കൈ. അതായത് 2 കൈ ഉള്ളവൻ ഒറ്റ കൈ ഉള്ള ഒരാളിൻ്റെ മുന്നിൽ ഭിക്ഷ അയച്ചെത്തിയത് അദ്ദേഹം വളരെ രസകരമായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഭിക്ഷ അയച്ച് വന്നയാൾ ചാടി ഓടിപ്പോയി വണ്ടിയിൽ നിന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു രസകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ജീവിതത്തിലെ പ്രയാസങ്ങൾ മൂലം അദ്ദേഹം ഒരിക്കൽ ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായിട്ട് ഈ ഇടത് കൈ വെച്ചാണെങ്കിൽ ടാപ്പിംഗ് ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ പാതി ഉള്ള കൈ എടുത്തുകൊണ്ട് പോകുമ്പോൾ വീണ് അദ്ദേഹത്തിൻ്റെ കൈക്ക് പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ അസ്ഥി പൊട്ടി. അങ്ങനെ കമ്പി ഇട്ടിരിക്കുകയാണ്. പിന്നീട് ടാപ്പ് ചെയ്യാൻ കഴിയാത്തില്ലാതെ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. പിന്നീട് അദ്ദേഹം ചിത്രരചന അദ്ദേഹത്തെ കൂടുതൽ കരുത്തുള്ള മനസ്സിനെ ഉടമയാക്കി മാറ്റുന്നു. അങ്ങനെ ആ ചിത്രം കണ്ട് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം കണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെയൊക്കെ വാർത്ത കണ്ട് അദ്ദേഹം ഇപ്പോൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വരുന്നവരെല്ലാം അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. അങ്ങനെ മനുവിനെ ഈ തീർത്ഥാടക സമൂഹം ചേർത്ത് പിടിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത്. ആ വാർത്ത വൈറലായി, ആളുകൾ കണ്ടു. മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, കുറേ കാലമായി താൻ മമ്മൂട്ടിയുടെ ഒരു ചിത്രം പാതി വരച്ച് വെച്ചിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ച് മമ്മൂട്ടിയുടെ മുന്നിൽ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതൊന്ന് സാധ്യമാക്കി തരണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ. എന്തായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യം ഏറ്റെടുത്തു. നമ്മുടെ മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന PRO റോബർട്ട് കുര്യാക്കോസ് മുഖേന നമ്മൾ ബന്ധപ്പെടുകയും റോബർട്ട് കുര്യാക്കോസിന് ഈ വാർത്ത അയച്ചു കൊടുത്തു. വാർത്ത മമ്മൂട്ടിയെ എത്തിച്ചു. മമ്മൂട്ടി ഇപ്പോൾ ശ്രീലങ്കയിലാണുള്ളത്. മമ്മൂട്ടി വാർത്ത കണ്ടു. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം കാണാമെന്നുള്ള ഒരു ഉറപ്പ് മമ്മൂട്ടിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആ ഉറപ്പ് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇന്നലെ ഈ സോപാനത്ത് വെച്ചാണ് നമ്മൾ അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ആ വാർത്ത അദ്ദേഹവുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം ചുംബിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് ഇത്തരം വാർത്തകളാണ്. കാരണം ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിത വിലാസം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചും. ഇത് പറയുമ്പോൾ എനിക്കും ഏറെ സന്തോഷമുണ്ട്. അങ്ങനെയാണ് ആ കാര്യങ്ങൾ കാവ്യ. എന്തായാലും ഈ തീർത്ഥാടന കാലത്ത് ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാവ്യ. പ്രത്യേകിച്ച് സനോജ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെയും ഈ പ്രിയപ്പെട്ട കലാകാരൻ മനു സനോജിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെയും പങ്കുവച്ചിരുന്നു. അപ്പോൾ സനോജിൻ്റെ സന്തോഷം കൂടിയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ പ്രേക്ഷകർ അറിയണം. കാരണം ഇന്നലെ അത്രത്തോളം മികച്ച ഒരു റിപ്പോർട്ടായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഹൃദയത്തിൽ തൊടുന്നൊരു റിപ്പോർട്ടായിരുന്നു സനോജ് ഇന്നലെ തയ്യാറാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർ മനുവിനെ പരിചയപ്പെടട്ടെ, അറിയാത്തവർ കൂടി
അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് സനോജ്. നമ്മുടെ വാർത്തയിലേക്ക് പോയാൽ തീർത്ഥാടകരുടെ തിരക്ക് ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ദിവസം ഇന്നലെ ആയിരുന്നു. പക്ഷേ തീർത്ഥാടകർക്ക് ആ നിലയിലുള്ള തിരക്കിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സുഗമമായ ദർശനം തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. കൂടുതൽ അവരുടെ പ്രതികരണങ്ങളും ആ നിലയിലുള്ള ഒരു സുഖദർശനം നടക്കുന്നുണ്ട്, അത് സാധ്യമായിരിക്കുന്നു, ആ നിലയിലുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനം വിജയം കണ്ടിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ വാർത്ത എത്തിക്കാൻ കഴിയാത്തതിൻ്റെ സാങ്കേതിക തടസ്സത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കാരണം തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ ആ സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ 77,000 പരം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. അതായത് 77,026 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. അങ്ങനെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ നെറ്റ്വർക്ക് കൂടുതലായി ഉപയോഗിക്കപ്പെടുമ്പോൾ റേഞ്ചിൻ്റെ ചില പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് റേഞ്ച് നമ്മുടെ ഈ ലൈവ് സംവിധാനം ഫ്രീസ് ആവും. അതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ വാർത്ത കൃത്യമായി എത്തിക്കാൻ കഴിയാതെ പോയത്. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഇന്നലെ 77,026 തീർത്ഥാടകർ എത്തി. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിയത് ഇന്നലെയായിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് സ്പോട്ട് ബുക്കിംഗ് വഴി, അതായത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് 70,000 വെർച്വൽ ക്യൂ, 10,000 സ്പോട്ട് ബുക്കിംഗ്. ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനം നടത്തിയ സ്പോട്ട് ബുക്കിംഗ് വഴി 9,254 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തി. അതായത് ദർശനം നടത്താൻ വേണ്ടി സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരെ ആരെയും സർക്കാർ മടക്കി അയക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി VN വാസവനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തുമൊക്കെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദർശനത്തിനെത്തുന്ന ഒരു തീർത്ഥാടകനും മടങ്ങിപ്പോവേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, വരുന്നവർക്ക് മനസംതൃപ്തിയോടുകൂടി ദർശനം നടത്തി സാധ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവർ അത്ര സന്തോഷത്തോടു കൂടിയാണ് ദർശനം നടത്തി മലയിറങ്ങുന്നത്. നമ്മൾ ഇന്നലെ ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് കാണിച്ചത്. ഇപ്പോൾ ഈ 18-ാം പടിക്ക് താഴേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കാം നമുക്ക്. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടകർ ഇങ്ങനെ വന്നൊഴുകി അങ്ങ് കയറിപ്പോകുന്ന രംഗങ്ങളായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ ഇന്നിപ്പോൾ തിരക്കുണ്ട്. ഇന്നത്തെ തിരക്കിൻ്റെ ബാക്കി എന്ന നിലയിൽ ഇന്നും തീർത്ഥാടകരുടെ വരവിൽ നല്ല തിരക്കുണ്ട്. ആ തിരക്ക് നമുക്ക് ഈ 18-ാം പടിക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ദർശനത്തിനായി തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ്. ഇന്നലെ രാവിലെ ഇതല്ലായിരുന്നു സ്ഥിതി. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുന്നേ ഈ 66,000 തീർത്ഥാടകർ മാത്രമാണ് വന്നത്. 63,000 തീർത്ഥാടകർ മാത്രമാണ് വന്നത്. അന്ന് തീർത്ഥാടകരുടെ വരവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7,000 പരം തീർത്ഥാടകരുടെ കുറവുണ്ടായിരുന്നു. 63,043 തീർത്ഥാടകരാണ് 20-ാം തീയതി വന്നത്. അപ്പോൾ പക്ഷേ ഇന്നലെ അത് മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇന്നും ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് 8 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കപ്പെടുമ്പോൾ 8 മണി വരെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള കണക്ക് പ്രകാരം 19,583 20,000-നടുത്ത് തീർത്ഥാടകർ 6 മണി വരെ ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് തുടരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇന്ന് തീർത്ഥാടകരുടെ തിരക്ക് 80,000 പിന്നിടാനുള്ള ഒരു സാധ്യതയുണ്ട്. 18-ാം പടിയിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പോലീസിൻ്റെ ഒരു ഡ്യൂട്ടി സമയം എന്ന് പറയപ്പെടുന്നത് 20 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 15 മിനിറ്റായിട്ട് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ 18-ാം പടിയിലൂടെ വളരെ വേഗത്തിൽ തീർത്ഥാടകരെ ഇപ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റിൽ 75 മുതൽ 85 പേരെ വരെ കയറ്റിവിടാൻ പോലീസിന് കഴിയുന്നുണ്ട്. കാരണം തിരക്ക് വർദ്ധിക്കുമ്പോൾ തീർത്ഥാടകരെ പരമാവധി 18-ാം പടിയിലൂടെ കയറ്റിവിടുക എന്നുള്ളതാണ് പോലീസ് നടത്തുന്ന ഒരു ദൗത്യം.